അടുത്തതായി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്താണെന്ന് നമുക്ക് നോക്കാം. അത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായോ മറ്റുള്ളവർക്കോ നേരിട്ട ഭയപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ ഒരു സംഭവമോ മരണമോ അപകടമോ അല്ലെങ്കിൽ സ്വയമോ മറ്റുള്ളവർക്കോ ശാരീരികമായി ഭീഷണിയാകുന്ന ആഘാതകരമായ സംഭവത്തിന് വിധേയരാവുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് PTSD ബാധിക്കുന്നത്. എന്നുവെച്ചാൽ സ്വന്തമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നേരിട്ട ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സംഭവം, അത് മരണമാവാം, അപകടമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമാവാം, അല്ലെങ്കിൽ ശാരീരികമായി നമുക്ക് ഭീഷണി നേരിടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമാവാം. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് PTSD ബാധിക്കുന്നത്. അതിൻ്റെ അപകടകരമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഇത് അപകട സാധ്യത കൂടുതലായിട്ടുള്ളത്. 2, മുൻപത്തെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ആദ്യകാല ജീവിതത്തിലെ അനുഭവങ്ങൾ അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. 3, PTSD അല്ലെങ്കിൽ വിഷാദരോഗത്തിൻ്റെ കുടുംബചരിത്രം ശാരീരികമായതോ ലൈംഗികമായതോ ആയിട്ടുള്ള ദുരുപയോഗത്തിൻ്റെ ചരിത്രമാവാം. 4, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൻ്റെ ചരിത്രമായിരിക്കാം. 5, വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ മറ്റൊരു മാനസിക രോഗത്തിൻ്റെ ചരിത്രം അങ്ങനെയുണ്ടാവാം. 6, ദൈനംദിന ജീവിതത്തിൽ ഉയർന്ന സമ്മർദ്ദം, ആഘാതത്തിന് ശേഷം പിന്തുണയുടെ അഭാവം, ഇതെല്ലാം PTSDയിലേക്ക് നയിക്കാം. 7, നേരിടാനുള്ള കഴിവുകളുടെ അഭാവം. ഇതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD.